ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 25 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. GK-യിൽ നിന്ന് എല്ലാ ടോപ്പിക്കും കൊണ്ട് ചേർത്തിട്ടുള്ള ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഭക്ഷ്യസുരക്ഷാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന്. സുരക്ഷാ ബിൽ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണ്? അത് 2013 സെപ്റ്റംബർ 12-നായിരുന്നു. 2013 സെപ്റ്റംബർ 12. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത്, UNO ജലശതാബ്ദ വർഷമായി ആചരിക്കുന്നത് ഏത് വർഷമാണ്? UNO ജലശതാബ്ദ വർഷമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2000 തൊട്ട് 2010 വരെ, അതുപോലെ 2005 മുതൽ 2015 വരെ, 2010 to 20 വരെ, 2015 to 2025 വരെ. അതിൽ 2005 മുതൽ 2015 വരെയുള്ള സമയം ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 2005 മുതൽ 2015 വരെ UNO എന്ന് പറഞ്ഞാൽ എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്ര സംഘടന ജലശതാബ്ദ വർഷമായി ആചരിച്ചു. 10 വർഷത്തേക്ക്, 2005 മുതൽ 2015 വരെ. ഇനി 2019, അതായത് ഈ വർഷം എന്താണ്? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഇൻഡിജിനസ് ലാംഗ്വേജ്, അതായത് നേറ്റീവായിട്ടുള്ള ലാംഗ്വേജുകളുടെ ഇയർ ആയിട്ട് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഇൻഡിജിനസ് ലാംഗ്വേജ് ആണ് ഇത് 2019 എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, 2018 ഏത് ഇയറാണെന്ന് ചോദിച്ചാൽ UN 2018 ഒരു ടോപ്പിക്കിനും വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരുന്നില്ല. ഓക്കെ, അപ്പോൾ 2018 അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ഇയർ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെസിഫിക് ടോപ്പിക്ക് തന്നെ പറയാനില്ല. പക്ഷെ 2017 ഉണ്ടായിരുന്നു. 2017 എന്ത് ഇയർ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ദ ഇയർ ഓഫ് സസ്റ്റൈനബിൾ ടൂറിസം ഫോർ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര ടൂറിസം വികസനത്തിന്. അതായിരുന്നു 2017 ഇയർ എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ ഇയർ ഫോർ സസ്റ്റൈനബിൾ ടൂറിസം ഫോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് 2017 കേട്ടോ, ഇവിടെ എഴുതിയില്ല എന്നുള്ളൂ. അടുത്തത്, ലോക ടെലിവിഷൻ ദിനം. ലോക ടെലിവിഷൻ ദിനം അത് നവംബർ 21. നവംബർ 21. മാരി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? മാരി കൾച്ചർ എന്ന് വെച്ചത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇതിൽ പഴവൃക്ഷം, പൂമരം, മുന്തിരി കൃഷി, കടൽ മത്സ്യകൃഷി എന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ മത്സ്യകൃഷി എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു കടൽ മത്സ്യത്തെ ഉള്ളതാണ് മാരി കൾച്ചർ. ഓക്കെ, പിസി കൾച്ചർ ആണെങ്കിൽ വെറുതെ മത്സ്യകൃഷി എന്ന് പറയാം. മാരി കൾച്ചർ എന്ന് പറഞ്ഞാൽ കടൽ മത്സ്യ കൃഷി. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് കുറച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൽ ഇതൊക്കെയായിരുന്നു ഓപ്ഷൻസ് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ഉർജിത് പട്ടേലിന് ശേഷം ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് ആണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഇതിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ന്യൂമോണിയ, മന്ത്, ഡിഫ്തീരിയ, ഹെപ്പറ്റൈറ്റിസ്. ഇതിലേതാണ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം? ഏതാണ്? ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് ആണ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം. 2020 ഒളിമ്പിക്സ് വേദി. 2020 ഏതായിരിക്കും ഒളിമ്പിക്സ് വേദി എന്ന് പറയുന്നത്? അത് ടോക്കിയോയാണ്. ജപ്പാനിലെ ടോക്കിയോയിലാണ് 2020 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. അടുത്തത്, ബ്രദർഹുഡ് ഏത് രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടിയാണ്? ബ്രദർഹുഡ് ഇത് യഥാർത്ഥത്തിൽ മുസ്ലിം ബ്രദർഹുഡ് എന്നാണ് കേട്ടോ. ഇത് വരുന്നത് ഇസ്രയേലാണോ, സിറിയയാണോ, ഈജിപ്റ്റാണോ, ടുണീഷ്യാണോ? ബ്രദർഹുഡ്, മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഈജിപ്തിലെ രാഷ്ട്രീയ പാർട്ടിയാണ്. ഈജിപ്തിലെ. അടുത്ത ചോദ്യം, വിറ്റാമിൻ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗം ഇതിനകത്ത് കാണുന്നുണ്ട്. ബാക്കി പെല്ലഗ്ര, ബെറിബറി, സ്കർവി, അനീമിയ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഇതിൽ വരുന്നത് ഏതാണ്? ബെറിബറി ഒരു വിറ്റാമിൻ അപര്യാപ്തത മൂലം ഉണ്ടാവുന്നതാണ്. ഏതാണ്? വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലമാണ്. അതുപോലെ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമാണ് എന്തുണ്ടാവുന്നത്? സ്കർവി ഉണ്ടാവുന്നത്. അനീമിയ എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡിൽ അയണിൻ്റെ കുറവ് കാരണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിൽ ബെറിബറിയും സ്കർവിയും രണ്ടും കറക്റ്റായിട്ട് വരും.
അടുത്തത് 2012 വയലാർ അവാർഡിന് അർഹനായത്. 2012 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കായിരുന്നു. അക്കിത്തം എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ തൂലികാനാമം. നമുക്ക് 2018 വേണമല്ലോ പഠിക്കാൻ, ഏറ്റവും ലേറ്റസ്റ്റ് വേണം പഠിക്കാൻ. KV മോഹൻകുമാറിനാണ്. ഓക്കെ, KV മോഹൻകുമാറിനാണ് 2018 വയലാർ അവാർഡ് ലഭിച്ചത്. ഓക്കെ, ഭാവിയിലെ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം, ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ടൈറ്റാനിയത്തെ പറ്റി ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? ടൈറ്റാനിയം എന്ന ലോഹമാണ്. അടുത്തത് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന മാലിക് ആസിഡ്. ഓക്കെ, ഇതിൽ മാലിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, ഫോമിക് ആസിഡ്, സിട്രിക് ആസിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. മാലിക് ആസിഡാണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഡോട്ട് ചികിത്സ, ഡോട്ട് ട്രീറ്റ്മെൻറ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയം, കോളറ, ടൈഫോയിഡ്, ന്യൂമോണിയ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണുന്നതാണ് അല്ലേ. ക്ഷയരോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ഡോട്ട് എന്ന് പറയുന്നത്, ഡോട്ട്സ്. അടുത്തത്, ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആര്? ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ, ന്യൂട്ടൺ, ആർക്കിമിഡീസ്, ഐൻസ്റ്റീൻ. ആരാണ് ഉത്തോലക നിയമം ആവിഷ്കരിച്ചത്? ആർക്കിമിഡീസ് ആണ് ഉത്തോലക നിയമം ആവിഷ്കരിച്ചത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യത്തെ താരം. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ, ഇന്റർനാഷണൽ വൺ ഡേ ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി, ഡബിൾ സെഞ്ചുറി നേടിയത് ആദ്യമായിട്ട് ആരായിരുന്നു? വിരാട് കോഹ്ലി, ഹാഷിം ആംല, വീരേന്ദർ സെവാഗ്, സച്ചിൻ ടെണ്ടുൽക്കർ. ഇതിൽ ആരായിരുന്നു? ഇത് സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ, ടിബിയ, ഫിബുല, റേഡിയസ്. ഇതിലേതായിരുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി? ഫീമറാണ്. ഫീമർ അഥവാ തുടയെല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. കേരള കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? കേരള കൃഷി വകുപ്പ് മന്ത്രി ഇപ്പോൾ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതിൽ ആരുമല്ല, ഇപ്പോഴത്തെ നമ്മൾ പറയുവാണ്, അന്നത്തെ KP മോഹനായിരുന്നു കേരള കൃഷി വകുപ്പ് മന്ത്രി. ഇത് 2012 ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അപ്പോൾ VS സുനിൽകുമാറാണ് ഇപ്പോഴത്തെ കേരള കൃഷി വകുപ്പ് മന്ത്രി. പീരിയോഡിക് ടേബിളിലെ 100ാമത്തെ മൂലകം ഏതാണ്? ഐൻസ്റ്റീനിയം, ഫെർമിയം, നൊബീലിയം, മെൻഡലീവിയം. ഇതിലേതാണ് 100ാമത്തെ മൂലകം? 100ാമത്തെ മൂലകം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ B ആണ്, ഫെർമിയം. ഓക്കെ, ഓപ്ഷൻ B ഫെർമിയമാണ് 100ാമത്തെ മൂലകം. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പന്നിയൂരാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം. അടുത്തത്, കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. 20 എന്ന് മാർക്ക് ചെയ്തിട്ട് ഇപ്പോഴത്തെ കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആരാണ് എന്ന് കമൻറ്റ് ചെയ്യുക. ചവിട്ടുനാടകം ആരുടെ സംഭാവനയാണ്? ചവിട്ടുനാടകം പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. ഏത്? ചവിട്ടുനാടകം. എവിടെയാണ് ഈ ചവിട്ടുനാടകം വരുന്നത്? ഏത് സ്റ്റേറ്റിലാണ് പ്രധാനമായിട്ടും വരുന്നത്? അതും കമൻറ്റ് ചെയ്യാം. അടുത്തത്, ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ നേതൃത്വത്തിലാണ് രചന നടത്തിയത്? ഹോർത്തൂസ് മലബാറിക്കസ് അത് ഹെൻറിക് വാൻ റീഡിൻ്റെ നേതൃത്വത്തിലാണ് രചന നടത്തിയത്. ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ വ്യവസായ നഗരം ഏതാണ്? ആലുവയാണ് കേരളത്തിൻ്റെ വ്യവസായ നഗരം, ഇൻഡസ്ട്രിയൽ സിറ്റി. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്, കേരളം. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം
പ്രസിഡന്റ് റൂൾ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? അത് പഞ്ചാബാണ്. പഞ്ചാബിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം PDF നിങ്ങൾക്ക് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ bibimohan.com എന്ന ബ്ലോഗിൻ്റെ അഡ്രസ്സ് ഉണ്ട്, ലിങ്ക് ഉണ്ട്. അതുകൂടാതെ പ്രധാനപ്പെട്ട എല്ലാ പ്ലേലിസ്റ്റുകളുടെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓരോ പ്ലേലിസ്റ്റുകളും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. 20ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.